തൃക്കാക്കരയുടെ ഓണാഘോഷത്തിൻ്റെ തൃക്കാക്കര അപ്പൻ്റെ ഈറ്റില്ലമാണ് തൃക്കാക്കര. ഇവിടെ നമ്മൾ ഓണാഘോഷം നടത്തുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ കോവിഡിൻ്റെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നടത്താൻ പറ്റിയില്ല. 2 ലക്ഷം രൂപ എടുത്തുള്ളൂ. അതിന് മുമ്പിലത്തെ വർഷം 30 ലക്ഷം രൂപയ്ക്ക് എഴുതി 25 ലക്ഷം രൂപ അംഗീകാരം കിട്ടി. 1 ലക്ഷം രൂപ തൃക്കാക്കര അമ്പലത്തിൽ കൊടുത്തു. ബാക്കി 24 ലക്ഷം രൂപയാണ് നമ്മൾക്ക് ഈ ഓണാഘോഷത്തിന് വേണ്ടി കിട്ടിയത്. ഓണാഘോഷത്തിന് കിട്ടുമെന്ന് വെച്ചാൽ ഈ പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി എന്ന് പറയുന്ന പോലെയാണ് ആളുകൾ. പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകളാണ് ഈ ഘോഷയാത്രയ്ക്ക് വരുന്നത്. നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ 10 ദിവസത്തേക്ക് കുറേ ദിവസം മുടക്കുകളായിരിക്കും. ബാങ്കുകളും ഓഫീസുകളൊക്കെ മുടക്കായിരിക്കും. അപ്പോൾ നമ്മൾ കാശ് മാറി വെച്ചിട്ട് അവർക്ക് കൊടുക്കണം. അവർ വർക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ തൃശ്ശൂരും പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന നമ്മൾ 1.5 കിലോമീറ്ററോളം നീളത്തിൽ നമുക്കന്ന് ഘോഷയാത്രയുടെ ഈ കലാരൂപങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ രൂപങ്ങളെല്ലാം നമ്മൾ വന്ന് കളക്ട്രേറ്റിൻ്റെ കോമ്പൗണ്ടിൽ കയറിയാൽ അപ്പം തന്നെ അവരവരുടെ ഗ്യാങ്ങിൻ്റെ പൈസ വന്ന് ചോദിക്കും. ആ പൈസ അപ്പം തന്നെ കൊടുത്താൽ വിടണം, അന്നേരം തന്നെ കൊടുത്തു വിടുവാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഗാനമേള വെച്ച് ഗാനമേളക്കാരൻ 5 മിനിറ്റ് വൈകിട്ട് ക്യാഷ് കിട്ടാണ്ട് സ്റ്റേജിൽ കയറില്ല എന്ന് പറഞ്ഞ ആളാണ്. 5 മിനിറ്റ് ഞങ്ങളുടെ ഒരു സ്റ്റാഫായിരുന്നു. പുള്ളി വരാൻ വൈകി, പനങ്ങാടെന്ന് വരാൻ വൈകിയപ്പോഴേക്കും ഗാനമേള നടത്തൂലെന്ന് പറഞ്ഞു. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് അവിടെ പരിഹരിച്ച് ആ പൈസ കൊടുത്ത് ആ പ്രശ്നം തീർത്ത് വിട്ടത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യക്ഷരത്തിലാണ് വവിച്ചറെന്ന് പറയണത്. ഇവിടെ സാക്ഷരതയുടെ കാലത്ത് ഈ മുനിസിപ്പാലിറ്റി അല്ല പഞ്ചായത്തായിരുന്ന കാലത്ത് ധാരാളം ആളുകൾ അപേക്ഷ എഴുതാനിരുന്നു. അപേക്ഷ എഴുതണതെല്ലാം ഒരാളുടെ കയ്യക്ഷരത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കസ്റ്റമേഴ്സ് ആ കൈപ്പറ്റുന്ന ആൾ അവരുടെ ഒപ്പുണ്ടോ എന്ന് നോക്കിയാൽ പോരെ. അപേക്ഷ എഴുതിയത് ഒരാളുടെ കയ്യക്ഷരമായിരിക്കും എന്ന് പറഞ്ഞാൽ അയാൾ കാശ് മേടിച്ചുകൊണ്ട് പോവോ? അത് പലരല്ലേ വാങ്ങിച്ചിരിക്കണത്. ചിലവായ തുകയാണ് കൊടുത്തത്. അതൊക്കെ ഉണ്ടാവും. ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇവിടെ രജിസ്റ്ററിൽ അതൊക്കെ ഉണ്ട്. ഓരോ കമ്മിറ്റി 5 കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റികളാണ് എല്ലാ പ്രോഗ്രാം കമ്മിറ്റി, ഫുഡ് കമ്മിറ്റി, അങ്ങനെ ഓരോ കമ്മിറ്റികളുണ്ടായിരുന്നു, സ്റ്റേജ് കമ്മിറ്റി. അപ്പോൾ ആ കമ്മിറ്റിക്കാരാണ് അത് കൈകാര്യം ചെയ്തത്. അതിനെല്ലാത്തിനും അതിൻ്റെ ഓരോ ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. 25 ലക്ഷം. 1 ലക്ഷം ഞങ്ങൾ അമ്പലത്തിൽ കൊടുത്തതാണ്. ആകെ 25 ലക്ഷം. നമ്മളൊക്കെ 1 ലക്ഷം മാറ്റിയിട്ട് ബാക്കി 24 ലക്ഷം അക്കൗണ്ടിൽ നിന്ന് മാറ്റിയിടുക ചെയ്തത്. നമ്മൾ മാറ്റി ഓരോ ഉദ്യോഗസ്ഥൻ്റെ അക്കൗണ്ടിലേക്ക് ആക്കി വെക്കും. നഗരസഭ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് നമ്മൾ എടുക്കും. ഞാൻ പറഞ്ഞല്ലോ മുടക്കായിരുന്നു 2-3 ദിവസം. അല്ലല്ല അങ്ങനെയല്ല. അല്ല, റിപ്പോർട്ടിൽ പലതും തെറ്റുണ്ട്. അത് നമ്മൾ തിരുത്തി കൊടുക്കും. ഇനി